ഹായ് ഗായ്സ്, ഗലിപ്പുറം വീഡിയോ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് എവിക്ഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 13 മത്സരാർത്ഥികളാണ്. ഈ 13 മത്സരാർത്ഥികളിൽ നിന്ന് ചിലപ്പോൾ 1-2 മത്സരാർത്ഥികൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നാളെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ആരാണ് പുറത്തു ആകാൻ ആഗ്രഹിക്കുന്നതും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാത്രി 7 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. വമ്പിച്ചൊരു വോട്ട് മുന്നേറ്റം നടത്തിയിരിക്കുന്നുണ്ട്. 22,100 വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുകയാണ്. അനീഷ് ഇപ്പോൾ ഏകദേശം അനുമോളിൻ്റെ തൊട്ടടുത്ത് എത്താനാകുന്ന രീതിയിലായി വോട്ടിംഗ്. ഇപ്പോൾ 20,008 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആദിലയാണ് ഉള്ളത്. ആദില വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ 3ാം പൊസിഷനിലായിരുന്നു. വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലും 3ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 16,789 വോട്ടിൻ്റെ ബലത്തിലാണ് ആദില 3ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 4ാം പൊസിഷനിൽ അക്ബർ ഖാൻ ആണ് തുടരുന്നത്. അക്ബർ ഖാൻ ആദിലയെ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാനായിട്ടില്ല. അവസാന മണിക്കൂറാകുമ്പോൾ 4ാം പൊസിഷനിൽ 17,002 വോട്ടോടുകൂടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 5ാം പൊസിഷനിൽ ബിന്നി സബാസിൻ തന്നെ തുടരുകയാണ്. ബിന്നി സബാസിന് വോട്ടിങ്ങിൽ കുറവുണ്ടെങ്കിൽ തന്നെ 5ാം പൊസിഷൻ എന്ന സേഫ് സോണിൽ തന്നെ തുടരുകയാണ്. 13,455 വോട്ടിൻ്റെ ബലത്തിൽ 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യൻ്റെ വോട്ടിംഗ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ റന ഫാത്തിമയായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ വീണ്ടെടുത്ത് 11,890 വോട്ടോട് കൂടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ റന ഫാത്തിമയാണുള്ളത്. റന ഫാത്തിമ സേഫ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11,700 വോട്ട് നേടിയാണ് റന ഫാത്തിമ ഇപ്പോൾ 7ാം പൊസിഷനുള്ളത്. 8ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമെന്നായിട്ട് നെവിൻ കയറി വന്നിട്ടുണ്ട്. ലക്ഷ്മി അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ 8ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 11,698 വോട്ടിൻ്റെ ബലത്തിലാണ് 8ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 9ാം പൊസിഷനിലേക്ക് ലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 11,650 വോട്ടാണ് ലക്ഷ്മി ഇപ്പോൾ നേടാൻ സാധിച്ചത്. നെവിനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 9ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 10ാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിലാഷിന് നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അഭിലാഷ് ഇപ്പോഴും ഡേഞ്ചർ സോണിലാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. 11,600 വോട്ടോട് കൂടി 10ാം പൊസിഷനിലാണുള്ളത്. 11ാം പൊസിഷനിൽ പ്രവീൺ കയറി വന്നിട്ടുണ്ട്. പ്രവീൺ അട്ടിമറി മുന്നേറ്റമായിട്ടാണ് മസ്താനിയെ അട്ടിമറിച്ചുകൊണ്ടാണ് 11ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 11,500 വോട്ടിൻ്റെ ബലത്തിലാണ് 11ാം പൊസിഷനിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. 12ാം പൊസിഷനിൽ മസ്താനി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. മസ്താനിക്ക് നല്ലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചു. ഇപ്പോൾ 11,490 വോട്ട് നേടി 12ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലേക്ക് വീഴുകയാണ് ചെയ്തിരിക്കുന്നത്. 13ാം പൊസിഷനിൽ സാബുമാൻ തന്നെയാണ് തുടരുന്നത്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. 11,212 വോട്ടോടുകൂടി 13ാം പൊസിഷനാണ് ഉള്ളത്. താങ്ക്